ഈ രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെപ്പറ്റി നമുക്കെല്ലാം വേവലാതിയുണ്ട്. ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന് പറയുന്ന വില്യം ഗോൾഡിങ്ങിൻ്റെ ഒരു നോവലുണ്ട്. അതിൽ പറയുന്നത് സംസ്കാരം എന്ന് പറയുന്നത് വളരെ നേരിയ ഒരു തൊലി മാത്രമാണ്. അതിനെ നാം പിച്ചു ചീന്താൻ അനുവദിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് ചെകുത്താന്മാരും അസുരന്മാരും പുറത്തേക്ക് വരുന്നതാണ് എന്നാണ്. സംസ്കാരം, നന്മ, അതിനെ വലിച്ചെറിയാൻ നാം പുറപ്പെട്ടു കഴിഞ്ഞാൽ എന്തെല്ലാം അനർത്ഥങ്ങളാണ് പുറത്തേക്കുണ്ടായി വരിക എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്നതിൽ പിഞ്ചു കുട്ടികളാണ് സംസ്കാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതോടുകൂടി അവർ ചെകുത്താന്മാരായി മാറുന്ന ഒരു ചിത്രമാണ് ഉണ്ടാകുന്നത്. ഇവിടെ സംസ്കാരത്തിന്റെ പുറത്തേക്ക് ജനങ്ങളെ തള്ളി നീക്കാൻ വേണ്ടി ഭരണകൂടം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. ലോകഗുരുവായിട്ടുള്ള പ്രവാചകനെ നിന്ദിക്കുക, അതിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ പ്രകോപിപ്പിക്കുക, അവർ എന്തെങ്കിലും പ്രതിഷേധം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ വീടുകൾ ബുൾഡോസർ വെച്ച് തകർക്കുക എന്നതാണ്. ഏറ്റവും ഹീനമായ ഒരു കൃത്യം നടത്തിക്കൊണ്ട് ഒരു രാജ്യത്തെ എങ്ങനെ വിഭജിക്കാം, ശിഥിലീകരിക്കാം എന്നതിൻ്റെ പരീക്ഷണമാണ് ഇവിടെ നടത്തുന്നത്. ഇവർ അറിയുന്നുണ്ടോ, ഹിറ്റ്ലർ ജർമ്മനിയിൽ നടത്തിയതും ഇതായിരുന്നു. ജർമ്മൻ ജനത ഏറ്റവും സംസ്കാരമുള്ള ജനതയായിരുന്നു. അവരെ കൊണ്ടാണ് കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ ജൂതരെയും കമ്മ്യൂണിസ്റ്റുകാരെയും കാത്തലിക്കുകളെയും കൊന്നുകളഞ്ഞത്. എങ്ങനെയാണ് അവർ ഈ നൃശംസതയ്ക്ക് അടിമപ്പെട്ടത്? അവരെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയമാക്കുകയായിരുന്നു. ഇതിനുശേഷം ജർമ്മനിക്കുണ്ടായ അനുഭവമുണ്ടല്ലോ. ഹിറ്റ്ലർ തോൽപ്പിക്കപ്പെട്ടതിന് ശേഷം പുറത്തിറങ്ങിയ പല സിനിമകളിലും ജർമ്മൻകാര് എന്ന് പറയുന്ന സമയത്ത് മറ്റ് രാജ്യത്തുള്ളവർ കാർക്കിച്ച് മുഖത്ത് തുപ്പുകയാണ് ചെയ്തിരുന്നത്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഇന്ത്യ രാജ്യത്തുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ മറ്റ് രാജ്യക്കാർ കാർക്കിച്ച് മുഖത്ത് തുപ്പുന്ന ഒരവസരം ഉണ്ടാക്കരുതേ എന്നുള്ളതാണ് നമുക്ക് ആലോചിക്കാനുള്ളത്. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എന്നും ബഹുമാനം കിട്ടുന്നവനായിരുന്നു. ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് പല രാജ്യങ്ങളിലും പോയിട്ടുണ്ട്. ഹിന്ദു എന്നാണ് പറയുക, ഹിന്ദു അല്ലെങ്കിൽ ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ സ്നേഹമാണ്. എങ്ങനെയാണ്? ഇവരുണ്ടാക്കി വെച്ചതല്ല. നമ്മുടെ പിതാമഹന്മാർ, നമ്മുടെ ഉപ്പാപ്പുമാരും ഉമ്മമാരും ഉണ്ടാക്കിയ നല്ല കാര്യം കൊണ്ടാണ് ഇന്ത്യക്കാർക്ക് ബഹുമാനം ഉണ്ടാക്കിയിരുന്നത്. ആ ബഹുമാനം നഷ്ടപ്പെട്ട് എത്രയോ രാജ്യങ്ങൾ ഇന്ത്യയെ ഭത്സിക്കുന്നു, ഇന്ത്യയെ സംശയത്തോട് നോക്കുന്നു. നാം എവിടെ ചെന്നാലും ഇന്ത്യക്ക് പുറത്തു കഴിഞ്ഞാൽ അവിടെ ഹിന്ദു മുസ്ലിം ഒന്നുമില്ല, ഇന്ത്യക്കാരനേ ഉള്ളൂ. ഇവൻ അപകടകാരിയാണെന്ന് വിചാരിക്കും. മുസ്ലിങ്ങളെ, പ്രിയ സഹോദരരെ, ഞാൻ എൻ്റെ ഹിന്ദു സഹോദരന്മാരോട് പറയാറുള്ളത് മുസ്ലിങ്ങളെക്കാൾ അപകടത്തിൽപ്പെടുന്നത് ഹിന്ദുക്കളാണ് എന്നുള്ളതാണ്. ഹിന്ദുക്കൾ, ഞാൻ പറയും, നിങ്ങൾ ഹിന്ദുമതത്തിന്റെ പേരിൽ ഇവരുടെ പുറകെ പോകരുത്. ഹിന്ദുമതത്തെ കൊല്ലാക്കൊല കൊയ്യുന്നവരാണ് ഇവർ. ഹൈന്ദവ ധർമ്മത്തിനെയാണ് ഇവർ നശിപ്പിക്കുന്നത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തെ ഭത്സിക്കുന്ന സമയത്ത് അവർ ഹൈന്ദവതയുടെ കടയിലാണ് കത്തിവെക്കുന്നത്. ഹൈന്ദവ ആചാരനായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസർ നബിയുടെ ഏറ്റവും വലിയൊരു ആരാധകനായിരുന്നു. അദ്ദേഹം ഇസ്ലാമായി ജീവിച്ചുകൊണ്ട് ഈശ്വര സാക്ഷാത്കാരം നേടിയിട്ടുള്ള ആളാണ്. വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ മഹത്തായ രണ്ട് പാരമ്പര്യങ്ങളുടെ സംഗമസ്ഥാനമാണ്, ഹൈന്ദവതയും ഇസ്ലാമും. ഇന്ത്യക്ക് ഇസ്ലാമിന്റെ ശരീരവും വേദാന്തത്തിന്റെ മനസ്സുമാണ് വേണ്ടത്. ഇതിന്റെ അത്രയ്ക്കുള്ള സംയോജനത്തിന്റെ ഇങ്ങനെയുള്ള ഹൈന്ദവ ആചാര്യന്മാരുടെ മുഖത്താണ് ഇവർ കാർക്കിച്ചു തുപ്പുന്നത് എന്ന് മനസ്സിലാക്കണം. ഇത് മുസ്ലിങ്ങളുടെ മുഖത്ത് മാത്രമല്ല, ഹൈന്ദവ തത്വങ്ങളെയാണ് ഇവർ കാർക്കിച്ചു തുപ്പുന്നത്. നമ്മളുടെ ശ്രീനാരായണ ഗുരുവിന്റെ പോലെയുള്ള ഒരു ഹൈന്ദവ ആചാര്യൻ ഉണ്ടായിട്ടുണ്ടോ? കരുണാവാൻ നബിമുത്തു രത്നമോ എന്നാണ് പറഞ്ഞത്. അത്രയ്ക്ക് സ്നേഹത്തോടു കൂടിയാണ് പ്രവാചകനെ പറ്റിയിട്ടുള്ള ജീവചരിത്രം വായിച്ച് മഹൽപ്പജി കണ്ണീരണിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. ഹൈന്ദവ ധർമ്മം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളെയും ആശ്ലേഷിക്കുന്ന ധർമ്മമാണ്. അതിനെ ആൾക്കാരെ പിടിച്ചു കൊല്ലുന്ന സാധനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ നീചന്മാർ. ഹൈന്ദവ സഹോദരന്മാരാണ്, നിങ്ങൾ ഈ കടുങ്കൈ ചെയ്യരുത്, നിങ്ങൾ ഞങ്ങളെ ഒറ്റുകൊടുക്കരുത്. നാളെ ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾ, ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷമാണ്. ഞാൻ ഇവരോട് പറയാറുണ്ട്,
ലോക ജനസംഖ്യ നോക്കുകയാണെങ്കിൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷമാണ്. നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക് തല ഉയർത്തി നടക്കാൻ പറ്റാതെയാക്കും ഈ നീചന്മാരുടെ പ്രവർത്തനം കൊണ്ട്. അതിനെ തടയിടുക എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത്. ഇതിൽ വിശ്വാസികളായ നമ്മൾ ഒന്നിച്ച് പെരുമാറേണ്ടതാണ്. അതിനുള്ള വലിയ ലൈസൻസ്, താത്വികമായിട്ടുള്ള കൺസെന്റ് മുസ്ലിങ്ങൾക്കാണ്. മുസ്ലിം വെറുതെ മുസ്ലിം ആവുകയില്ല. പ്രവാചക തിരുമേനിയിൽ വിശ്വസിച്ചുകൊണ്ട് 1.25 ലക്ഷം അവതാരങ്ങളെയും പ്രവാചകരെയും അംഗീകരിച്ചവൻ മാത്രമാണ് മുസ്ലിം ആകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പറയാനുള്ള അധികാരമുണ്ട്. ഹൈന്ദവ സഹോദരരെ ഓർമ്മപ്പെടുത്താനുള്ള അധികാരവും അവകാശവുമുണ്ട്. ഹൈന്ദവ സഹോദരന്മാർക്ക് മുസ്ലിങ്ങളെ കൂട്ടിച്ചേർത്ത് നിർത്താനുള്ള, ബൗഷൽ പുരാണത്തിൽ കൽക്കി എന്ന് പറഞ്ഞ അവസാനത്തെ അവതാരം മുഹമ്മദ് നബിയാണെന്നുള്ളതിൻ്റെ എല്ലാ ലക്ഷങ്ങളും. ഇതൊരു ബംഗാളിൽ ഒരു പുരോഹിതൻ പറഞ്ഞോടുകൂടി പിന്നെ അയാളുടെ ശബ്ദം കേൾക്കാനില്ല, എല്ലാവരും അയാളെ തിരസ്കരിച്ചു എന്നുള്ളതാണ്. നബിയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള സാമ്യങ്ങൾ ഓഷോന്റെ പുസ്തകത്തിൽ വായിച്ച് അത്ഭുതപ്പെട്ടു പോകും. പിന്നെ ഗീതായൻ ഖുറാൻ എന്നുള്ള പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരേ ആള് പറഞ്ഞു കൊടുത്തിട്ട് 2 ആൾക്കാർ പകർത്തി എഴുതിയ മാതിരിയാണ്. പല വചനങ്ങളും ഒരേപോലെയാണ്. ഇതെല്ലാം തന്നെ അൽ ബഖറ സൂറത്തിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇതെല്ലാം മനസ്സിലാക്കാതെ പാവം ഹിന്ദു സഹോദരന്മാരെ ഞങ്ങളാണ് ഹിന്ദുക്കളുടെ രക്ഷകർ എന്ന് പറഞ്ഞ് അവരുടെ ധർമ്മത്തെ അപകടപ്പെടുത്തുന്നു. വലിയ തെറ്റുകളാണ്. നമ്മളെ പ്രയോഗം തന്നെ മാറ്റണം. ഹിന്ദുത്വം എന്ന് പറയുന്നത് തന്നെ കേൾക്കുന്ന സമയത്ത് ആൾക്കാർ ഇതെന്താ ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടുള്ള എന്തോ പരിപാടിയാണെന്ന് വിചാരിക്കും. ശരിക്കും ഹിന്ദു വിരുദ്ധമായ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ്. അപ്പൊ ഇതുകൊണ്ട് നാം ഒന്നിച്ചു പ്രവർത്തിക്കേണ്ട സന്ദർഭമാണ് ഈ സമയത്ത്. ഈ രാജ്യത്തെ നമ്മൾ കൈവിട്ടു കൊടുക്കുകയില്ല എന്നുള്ളതാണ്. കക്ഷി രാഷ്ട്രീയക്കാരോട് ദയവ് വിചാരിച്ച് പറയണം. നിങ്ങൾക്ക് എല്ലാ കക്ഷി രാഷ്ട്രീയക്കാരെയും പറക്ക ചീത്ത പറയല്ല. അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം പോരടിച്ചിട്ടാണ് ഇവർ ഈ വാഴ്ന്നുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ഒന്നിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നോക്കൂ, ഇവരുടെ പൊടി കാണുകയില്ല എന്നതാണ് കാര്യം. അതിനുള്ള സന്നദ്ധത നമ്മൾ ഇവരുടെ വീട്ടിൽ പോയി പറയാം. രാഷ്ട്രീയക്കാരെ വീട്ടിൽ പോയിട്ട് ഞങ്ങളുടെ ഒരു വിവരമെങ്കിലും നിങ്ങൾ കാണിക്കുക. നിങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രതിപക്ഷത്തിന്റെ വീട്ടിൽ പോയിട്ട് തന്നെ നമുക്ക് പറയണം, ഈ രാജ്യത്തെ ഒറ്റുകൊടുക്കാതിരിക്കുക. ഹിന്ദുക്കളുടെ സംരക്ഷകരാണ് എന്ന നിലയ്ക്ക് ഇവരുടെ പിറകെ പോകുന്ന പാവം ഹൈന്ദവ സഹോദരനല്ലോ, അവരുടെ വീട്ടിൽ പോയി പറയുക, നിങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. ഞങ്ങൾ ഈ പൊതുസമ്മേളനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു രീതിശാസ്ത്രത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാനുള്ള സമയം. നാം വീടാന്തരം കയറി ഇറങ്ങണം എന്നുള്ളതാണ്. വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഇവിടെ തെറ്റണോ ഹിന്ദുവും മുസ്ലിമും, നീ ആലോചിക്കുന്ന എൻ്റെ ഉമ്മേനെയും ബാപ്പേനെയും അല്ലെങ്കിൽ അമ്മേനെയും മുത്തശ്ശനെയും ആലോചിക്കുക. അവർ എത്ര സൗഹൃദത്തോടു കൂടി പെരുമാറിയാണ്. ഒരു ഹിന്ദു സഹോദരനോട് ചോദിക്കൂ, പറമ്പ് മുസ്ലിം വിറ്റില്ലെങ്കിൽ നിന്റെ സഹോദരന്റെ വിവാഹം കഴിയുമായിരുന്നോ എന്ന് ചോദിക്കൂ. മുസ്ലിമിനോട് ചോദിക്കൂ, പഴയ നമ്പൂതിരിമാരൊക്കെ സ്ഥലം തന്നില്ലെങ്കിൽ ഇത്ര പള്ളി വരുമായിരുന്നു. നിങ്ങളവരെ ഓർമ്മപ്പെടുത്തൂ. ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, ഓർമ്മയാണ് നമ്മുടെ പ്രതിരോധം. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സംസ്കാരം തന്നെ 2 വലിയ സംസ്കൃതിയുടെ ഒത്തൊരുമിച്ചിട്ടുള്ള പ്രവർത്തനമായിരുന്നു. നമ്മളെ നശിപ്പിക്കാൻ വന്നിട്ടുള്ള ബ്രിട്ടീഷ് സാമ്രാജ്യത്വമാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ഹിന്ദു മുസ്ലിം സംഘർഷത്തിന്റെ ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് തെറ്റായി പ്രവർത്തിച്ചത്. ഇപ്പോൾ അവരുടെ അതേ കാര്യമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ ഓശാന പാടിയവരാണ്. സാമ്രാജ്യത്വത്തിന്റെ അതേ പ്രത്യയശാസ്ത്രം പറഞ്ഞ് ഹിന്ദുവിന്റെ വിപരീത പദമാണ് മുസ്ലിം എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ശിഥിലീകരിക്കാൻ നോക്കുകയാണ്. ആലോചിച്ചു നോക്കൂ, ഒരു രാജ്യവും ഈ ഭൂലോകത്ത് വംശീയമായി വർഗീയമായി വിഭജിക്കപ്പെട്ട രാജ്യങ്ങൾ ഗുണം പിടിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് നമ്മുടെ രാജ്യം മരിക്കണോ, നമ്മുടെ കുഞ്ഞുകുട്ടികൾക്ക് നമ്മുടെ പോലെയെങ്കിലും ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ സുഹൃത്തുക്കളെ? അതിനുവേണ്ടി കരഞ്ഞപേക്ഷിക്കുക. മാനം പോകുന്നൊന്നും വിചാരിക്കണ്ട. വിവരമില്ലാത്തവരെ വീട്ടിൽ പോയിട്ട് കരഞ്ഞിട്ടോ സ്നേഹത്തോടു കൂടിയിട്ടോ ഏത് രീതിയിലെങ്കിലും അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. അല്ലാത്ത സമയത്ത് നമുക്കതിന് പ്രതിരോധിക്കുകയും ചെയ്യാം. ഹിന്ദു മുസ്ലിം സഹോദരന്മാരോട് പറയാനുള്ളത്, കുറെ ഹിന്ദുക്കള് തെറ്റായ രീതിയിൽ ഹൈന്ദവതയ്ക്കെതിരായി പെരുമാറുന്നു വിചാരിച്ചിട്ട് നിങ്ങൾ ഇസ്ലാമിനെതിരെ പെരുമാറേണ്ട കാര്യമല്ല. കുറെ ആൾക്കാർ നമ്മാടിത്തരം കാണിച്ചു വെച്ചല്ല, എല്ലാവരും നമ്മാടിത്തരം കാണിക്കേണ്ട കാര്യമല്ലല്ലോ. അതുകൊണ്ട് കുറച്ചാൾക്കാർ
ഹൈന്ദവത മൂല്യങ്ങളെ തള്ളിക്കളയെന്ന് പറഞ്ഞിട്ട് അതിനുള്ള പ്രതികാരം മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ തള്ളിക്കളയലല്ല എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. കണക്ക് തീർക്കുന്ന കാര്യമുണ്ടല്ലോ, കണക്ക് തീർക്കാൻ നിന്നുണ്ടെങ്കിൽ അവര് ചിരിക്കുകയാണ്, പൊട്ടിച്ചിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇസ്ലാമിന്റെ അടിസ്ഥാന തത്വങ്ങളെ അപകടപ്പെടുത്തിക്കൊണ്ട് ഭീകരവാദവും തീവ്രവാദവും ചെയ്തുകൊണ്ട് നിരപരാധികളെ കൊല്ലാൻ വേണ്ടി കുറച്ചാൾക്കാരെങ്കിലും പുറപ്പെടുന്നുണ്ടെങ്കിൽ അവർ പൊട്ടിച്ചിരിക്കുന്നു. അവർക്കതാണ് വേണ്ടത്. നിങ്ങൾ വിഡ്ഢികളാക്കപ്പെടണോ എന്ന് ചെറുപ്പക്കാരോട് നിങ്ങൾ ചോദിക്കണം. അപ്പോഴേ ഈ രാജ്യം രക്ഷപ്പെടുകയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും, യാതൊരു സംശയവുമില്ല. നമ്മുടെ പാരമ്പര്യം അതാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. എല്ലാ പ്രവാചക പരമ്പരകളുടെയും അനുഗ്രഹം നമുക്കുണ്ട്. നന്ദി, നമസ്കാരം.